അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ റമദാൻ വരികയാണ്. അപ്പം അന്നത്തേക്കുള്ളൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം കുറച്ച് ലേറ്റായിട്ടാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഓൾറെഡി ക്ലീനിങ് കഴിഞ്ഞവരുണ്ടാവും, ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഏതായാലും അത് ചെയ്യുമ്പം ഒന്ന് ജസ്റ്റ് വീഡിയോയും കൂടെ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ടാവും. അപ്പം അവർക്കിപ്പം കുറച്ച് ലേറ്റ് ആയാലും നമുക്കിങ്ങനെ പെട്ടെന്ന് ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുക്കാം, റംസാനിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് തീർക്കാം എന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാനൊരു പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഫുഡിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം വേഗം റെഡിയാക്കി വെക്കണം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടില്ല, പിന്നെ ആ ഒരു മൂഡൊക്കെ പോവും. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് അതാണ്. നമ്മൾ വേഗം കുക്കിംഗ് ഫുഡ് ഉച്ചക്കത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഓവന് നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളും മൊത്തം തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രില്ല് ഞാനിപ്പം 2 ദിവസം മുമ്പ് തന്നെ ഈ ബേക്കിംഗ് സോഡയിലും പിന്നെ അതുപോലെ വിനേഗറും പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കവറിൽ ഈ ഒരു ഗ്രില്ല് ഇട്ടിട്ട് ഒരു 2 ദിവസം വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പം അങ്ങനെ ഈ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോൾ തന്നെ ഫുൾ അതിൻ്റെ മുകളിലുള്ള എല്ലാം നല്ലോണം കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിന് ബിഫോർ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്നും ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അതിൽ വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം അതും പിന്നെ അതിൻ്റെ ട്രേയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഓവന് നന്നായിട്ട് നല്ലോണം ക്ലീൻ ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവൻ്റെ ഉള്ളിൽ ഞാൻ അതുപോലെ ബേക്കിംഗ് സോഡയും വിനേഗറും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് 2 ദിവസം മുമ്പേ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പം അത് ഫുള്ള് ക്ലീൻ ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അത് ആദ്യം ചെയ്ത് 2 ദിവസം ആയല്ലോ. അപ്പം അതാദ്യം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ലിവിംഗ് ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ അതും കൂടെ ചെയ്യായിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൗസൊക്കെ ഇട്ട് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും റിയാക്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് സേഫായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. അതിന് ശേഷം ഞാൻ ജസ്റ്റ് TV ഒന്ന് ഓൺ കാർട്ടൂണല്ല, നമ്മുടെ ബ്ലാഡ് ആൻഡ് നിക്കി പ്രോഗ്രാമുണ്ട്, അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. അപ്പം അത് വെച്ച് കൊടുത്തിട്ട് മക്കൾക്ക് ആദ്യം ഫുഡ് കൊടുക്കുകയാണ്. അപ്പം അതിന് ശേഷം എനിക്ക് കുറച്ച് നേരമെങ്കിലും കുറച്ചും കൂടെ പണിയൊക്കെ തീർക്കാമല്ലോ വിചാരിച്ചിട്ട്. ഗാസി വലിയ പ്രശ്നമല്ല, പക്ഷേ അഹദ് ഭയങ്കര പണ്ടേ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പം തന്നെ റെഡി ആവുന്നു, പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓൺലൈനിൽ ആമസോണിൽ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നപ്പോൾ ഡോറ് തുറന്ന ഗ്യാപ്പിന് ഗാസി പുറത്തേക്ക് ഓടിയതാണ്. അപ്പോൾ അവൻ അവിടുന്ന് പോയിട്ട് എടുത്തുകൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് മെയിനായിട്ട് വിൻഡോസാണ് ക്ലീൻ ചെയ്യാനുള്ളത്. ആദ്യം ഞാൻ സോഫ ഇങ്ങോട്ട് നീക്കിയതാണ്. അപ്പം നീക്കി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫുൾ ടോയ്സ് ഇതിപ്പോൾ ഒരു എടുത്ത് വെക്കുന്ന ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ ഉണ്ടാവുള്ളൂ, പിന്നെയും ടോയ്സ് വന്ന് നിറയും. ഞാൻ കുറേയൊക്കെ ഈ കൊട്ടയിൽ ആക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് അത്യാവശ്യം കുറച്ചെണ്ണം മാത്രമേ ഞാൻ എടുത്ത് പുറത്തേക്ക് വെക്കുള്ളൂ. പക്ഷേ എന്നാലും അവർ പോയിട്ട് അതെടുത്ത് കൊണ്ടുവരും, പിന്നെയും നിറച്ചിടും. അപ്പോൾ ഈ സോഫ നീക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ബാക്കിൽ നിറച്ച് എപ്പോഴും ഉണ്ടാകുന്ന കേട്ടോ. അതെപ്പോഴും എനിക്ക് ഈ സോഫ നീക്കി ആ ടോയ്സ് പെറുക്കൽ തന്നെയാണ് പണി. അത് ഇതിനായിട്ട് ചെയ്ത പണിയൊന്നുമല്ല, അതെപ്പോഴും ചെയ്യുന്നൊരു പണി തന്നെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ കർട്ടൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് കെട്ടിയതാക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഈ കർട്ടൻ ഞാൻ ലാസ്റ്റ് എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനത് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കെട്ടിയിട്ടൊക്കെ അവിടെ വെക്കുകയാണ്. എന്നിട്ട് ആണ് വിൻഡോസ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇവിടെയൊക്കെ വെച്ചാൽ നാട്ടിൽ തോണല്ലല്ലോ, ഈ സ്ലൈഡിങ്ങും ഒക്കെ ആയിട്ട് പിന്നെ ഫുൾ ഗ്ലാസും അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ വിൻഡോ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട്
തന്നെ ഗ്ലാസ് നന്നായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഫ്ലാറ്റിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്, നന്നായിട്ട് പൊടി വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ പൊടി ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ ആയിട്ട് നല്ല പൊടി വരുന്നുണ്ട്. അപ്പം ഗ്ലാസ് നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പിലൊക്കെ ഉള്ള ഇതുപോലെ പൊടികളും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇതുപോലുള്ളൊരു ഹാൻഡ് വാക്വം ക്ലീനറാണ്. ഇതുപോലെ കാറും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം. സോഫ, ടേബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോർണറും അങ്ങനത്തെ ഈ കൈകൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഇതാണ്. ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ടൈപ്പ് ബ്രഷും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ കണ്ടില്ല, നന്നായിട്ട് പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഈ ഒരു വാക്വം ക്ലീനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നതിന് ശേഷമാണ് ഞാനിത് നന്നായിട്ട് തുടച്ച് വെള്ളം കൊണ്ട് തുടച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള അത് നമുക്കിങ്ങനെ ഊരി മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വലിയ ഈ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതുപോലെ വാക്വം ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അത് ഊരിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. പൊടികളൊക്കെ ഇതാക്കുമ്പോഴാണ് മറ്റേത് കുറച്ചുകൂടി ക്ലീൻ ചെയ്യുന്നത്, സോഫൻ്റെ ഈ ഇടുക്ക് ഭാഗം ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗ്ലാസ്സാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബേക്കിംഗ് സോഡയും നമ്മുടെ പാത്രം കേൾക്കുന്ന ലിക്വിഡും അതുപോലെ വിനെഗറും യൂസ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലൊരു വൈപ്സ് ഉണ്ട്, അതായത് ഒരു സൈഡിൽ സ്പോഞ്ചും ഒരു സൈഡിൽ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതുപോലെ കുറച്ച് സ്പോഞ്ചും പിന്നെ ഈ മൈക്രോ ഫൈബർ പോലത്തെ ഒരു ക്ലോത്താണ്. നമുക്ക് നല്ല സുഖമാണ് അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ. പിന്നെ സാധാ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിൻഡോൻ്റെ അടിയിൽ ഒരു പഴയ ക്ലോത്ത് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലാസ്സിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ സ്പോഞ്ച് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു വൈപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് അങ്ങനെയുള്ള ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഈ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ നന്നായി ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്നും കൂടെ ഞാൻ നനഞ്ഞ തുണി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവിടെ നന്നായിട്ട് പൊടി വരുന്നുണ്ട് പറഞ്ഞു, അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം എന്തൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത്. അപ്പം അതിൽ നമുക്ക് മാക്സിമം നമ്മളത് ചെയ്ത് തീർക്കാൻ നോക്കും. പിന്നെ അതുപോലെ ടൈം വെച്ചിട്ട് ഇന്ന ടൈം കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്യും അല്ല ഈ ഒരു കാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കൊടുത്താൽ വിചാരിച്ച പണികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലും തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോണ് ആയിരിക്കും പലർക്കും ടൈം പെട്ടെന്ന് പോകുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും പണിയുള്ള ദിവസം നെറ്റും ഒക്കെ ഓഫ് ചെയ്തിടും അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലൊക്കെ ഇടും. പക്ഷേ എമർജൻസി അല്ലെങ്കിൽ അർജൻറ്റ് കോളൊക്കെ വരുമ്പം ചിലപ്പോൾ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പക്ഷേ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഫോൺ ആ ടൈമിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അതുപോലെ നമ്മൾ ചിലപ്പോൾ കുറച്ചൊന്ന് ചിലപ്പം ഇരുന്ന് പോവാം. അപ്പം നമ്മുടെ പണികളൊക്കെ അവിടെ താറുമാറാവും. അപ്പം ഇതാ ഞാനിപ്പം ഈ ഒരു ഗ്യാപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ഈ സ്ലൈഡ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ ഒരു ഗ്യാപ്പ് ഭയങ്കര പൊടി പിടിച്ചെടുക്കുന്നൊരു സ്ഥലം. അപ്പം അവിടെ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ആദ്യം നന്നായിട്ട് ക്ലോത്ത് കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം പറ്റാത്തത് ഞാൻ ഇതുപോലൊരു ചെറിയ സിസേഴ്സോ അങ്ങനെ സ്ക്രൂ ഡ്രൈവറോ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിൽ പോകുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു ഐറ്റം ടൂള് വെച്ചിട്ട് ജസ്റ്റ് ആ തുണിൻ്റെ അവിടെ കുത്തിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പം കുറച്ച് സമയം നമ്മൾ അവിടെ ഇരിക്കണം, എന്നാലും നമുക്ക് നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിലൊക്കെ ഈ കാണുന്നതൊക്കെ കുറച്ച് ഇതുണ്ട്, അത് ബാക്കി ഒരുവിധം നേരത്തേലും അപേക്ഷിച്ച് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എനിക്ക് ക്ലീൻ ചെയ്താൽ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഒരു സമയം എടുത്തത് അവിടെ ആയിരുന്നു. ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു. അപ്പോൾ ആ മെയിൻ വിൻഡോയും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ബാൽക്കണിയിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. വെച്ചാൽ അവിടെ
എപ്പോഴും പൊടിയാണ്. അവിടെ ഞാൻ എന്നും ക്ലീൻ ചെയ്യുന്ന, പക്ഷേ എന്നാലും നല്ല പൊടിയാണ്. അപ്പം അത് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നില്ല, വെറുതെ അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചു. അപ്പോൾ എനിക്ക് സോഫയാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അതിൽ നന്നായിട്ട് ഈ മക്കളുള്ളതുകൊണ്ട് തന്നെ അവരെ സ്നാക്കും കാര്യങ്ങളും കഴിച്ചും ഫുഡ് കഴിച്ചും എല്ലാം കൂടെ ഫുൾ കച്ചറാക്കിയിട്ടുണ്ട്. അതൊരു വീക്കിലേ ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ, പക്ഷേ എന്നാലും ഇങ്ങനെ ആവും. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ നന്നായിട്ടൊന്ന് തുടയ്ക്കുകയൊക്കെ വേണം. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു വാക്വം ക്ലീനർ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വാക്വം ചെയ്തെടുക്കുകയാണ്. ഇത് ഭയങ്കര യൂസായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ നമുക്ക് ഗ്യാപ്പിലുള്ളതൊക്കെ നന്നായിട്ട് വാക്വം ചെയ്തിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒരു നനഞ്ഞ ക്ലോത്തോണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ ക്ലീനായി കിട്ടും. അങ്ങനെ നമ്മൾ അതൊന്ന് ജസ്റ്റ് വാക്വം ചെയ്തെടുത്തത് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നനഞ്ഞ ക്ലോത്തോണ്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വിനേഗറും ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് കംഫർട്ടും പിന്നെ അതുപോലെ നമ്മുടെ സോപ്പ് പൊടി അല്ലെങ്കിൽ ലിക്വിഡ് ആയാലും മതി. അത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. സോഫ ഫുള്ളായിട്ട് ഞാൻ ഇതുകൊണ്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളൊരു കോലം ഇപ്പോഴത്തെ ഒരു കോലം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. നനഞ്ഞ തുണി കൊണ്ടൊക്കെ കുഷ്യനൊക്കെ നന്നായിട്ട് തുടച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് AC ഒന്ന് നല്ല കൂളിങ്ങിലൊന്ന് ജസ്റ്റ് ഓൺ ആക്കിയിട്ടതാണ്. പിന്നെ അതിൻ്റെ സോഫേൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് സോഫയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് TV സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ഒരു വുഡൻ ഫർണിച്ചറൊക്കെ നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വിനേഗറും വെളിച്ചെണ്ണയും കൂടി കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ക്ലോത്തിൽ നല്ലോണം അതിൽ ഡിപ്പ് ചെയ്ത് നല്ലോണം പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടും. വുഡൻ ഫർണിച്ചേഴ്സും ഐറ്റംസൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ മെയിൻ ക്ലോത്തോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെയൊക്കെ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ അത്ര ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് നമ്മൾ ഒരു പോളിഷ് ചെയ്ത ലുക്ക് പോലെ തന്നെ ഉണ്ടാവും നമ്മളിത് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ. അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ ഫുഡ് തന്നെയാണ് ഈ പുറഭാഗത്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഗാസി എപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഓരോന്ന്, ചെറിയ മക്കളുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ അവസ്ഥ, ഇങ്ങനെ കൊണ്ട് തേച്ചിടും. അപ്പം അത് തന്നെയാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ പൊടിയും, പിന്നെ നമ്മൾ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും നന്നായിട്ട് പൊടിയുണ്ട്. ഈ TVൻ്റെ ഒക്കെ ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പൊടി വന്ന് കിടക്കുന്നത്. അപ്പം അതും ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ വെള്ളം കൊണ്ടാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് TVൻ്റെ സ്ക്രീന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടാവുക ഈ ചെലന്തിൻ്റെ വലയാണ്. അത് ഭയങ്കരമായിട്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ അത് കാണാറില്ല കേട്ടോ. അതങ്ങനെ ഞാൻ തീരെ കണ്ടിട്ടില്ല. ഇവിടെ കൂടുതൽ ഇതുപോലെ പൊടികൾ നന്നായിട്ടുണ്ടാവും. എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് AC-ൻ്റെ ഏരിയ ആണ്. അപ്പം അവിടെ നല്ല പൊടി വരുന്ന മറ്റൊരു സ്ഥലമാണ് നമുക്ക് AC-ൻ്റെ. അതൊന്നും നമ്മൾ എന്നും ചെയ്യുന്ന ക്ലീനിങ് അല്ലല്ലോ, അതൊക്കെ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ഇതുപോലുള്ളൊരു നീളമുള്ളൊരു ബ്രഷ് യൂസ് ചെയ്ത് ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നനഞ്ഞ ഇതുപോലുള്ള പഴയ ക്ലോത്ത് ഇതേമേൽ കെട്ടി കൊടുത്തിട്ട് ക്ലീൻ ചെയ്താണ്. അപ്പോൾ കണ്ടോ നന്നായിട്ട് അഴുക്ക് അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അപ്പം തന്നെ നമുക്ക് AC-ക്ക് നല്ലൊരു കൂളിങ്ങും കാര്യങ്ങളും തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ AC-ൻ്റെ അവിടെ ഈ പൊടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നല്ല അലർജിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ എന്തായാലും അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ക്ലീൻ ചെയ്യാനുള്ളത് ഡൈനിങ് ടേബിളും ഒക്കെയാണ്. അതൊന്നും നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. ഇതൊക്കെ ചിലപ്പം ഒരു 3-4 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുള്ളൂ, ഇതുപോലെ ചെയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ഞാൻ വുഡൻ്റെതായതുകൊണ്ട് പിന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണയും അതുപോലെ വിനേഗറുള്ള ആ ഒരു സൊല്യൂഷൻ കൊണ്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലോറും കൂടെയാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ കുറച്ച് കംഫർട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റിച്ചതിന് ശേഷമാണ് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കൽ കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഫുള്ളൊന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലിവിങ് ഏരിയ ഒന്ന് നല്ലൊരു സമാധാനമായി ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം തന്നെ ക്ലീനാക്കി. അപ്പം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പം
അതും ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ചെയ്തിട്ട് ഇന്ന ദിവസം ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ഈ ഒരു റംദാന് വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഇനി എനിക്ക് ഫ്രഷ് ആവാനുണ്ട്. പിന്നെ അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മത്തി കറി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ ഉപ്പേരും പിന്നെ ഓംലെറ്റും ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പം ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊക്കെ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.